ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് ഈ ഫിലിം ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സിനിമ എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും, എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു ഫിഷ് കറീൻ്റെ വീഡിയോ, അതായത് മീൻ കറീൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും മീൻ കറി കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ആരംപൊറി തേങ്ങയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യം മീൻ ഏതാന്ന് പറയുക, അടുവാണ് കേട്ടോ. അടു മീനിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് അരമുറി തേങ്ങയിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞളും കൂടി ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും ചേർത്ത് മറ്റേ പെരുംജീരകമല്ലേ, പെരുംജീരകം കൂടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോൾ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ചെറുള്ളി ഇല്ല, അത് ചേർത്ത് കൊടുത്ത് 1 തക്കാളിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുടപ്പുളിക്ക് പകരം മാങ്ങയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ള. നല്ല പച്ചമാങ്ങ കിട്ടിയപ്പോൾ കുടംപുളി ഇട്ടിട്ടുണ്ടായില്ല, വെറും പച്ചമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തത് ഇപ്പോൾ ഒരു നമ്മളെ മണ്ണിൻ്റെ ചട്ടിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ പാനിലെങ്ങനെ ഇട്ടിട്ട് മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ 2 തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് നടുവ് കീറിയിട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം കത്തിച്ചിട്ട് നല്ല തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുത്തൊക്കെ മഞ്ഞളും മുളകിൻ്റെ ഒക്കെ നല്ല കുത്ത് പോയതിന് ശേഷം മാങ്ങയും പിന്നെ കഴുകി വെച്ച മീനും കൂടി ചേർത്ത് കുറച്ചും കൂടി കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. മീനും മാങ്ങയൊക്കെ നല്ല വെന്ത് കിട്ടിയതിന് ശേഷം കാച്ചിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മുളക് കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലിട്ട് ചെറുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് മുളക് പൊടി ഇടേണ്ടത്. അപ്പോൾ ഇവിടെ മീനിപ്പോൾ അതവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയത് അങ്ങനെ മീനും മാങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ കാച്ചി വീത്തേണ്ടത്. കാച്ചി വീത്തി കഴിഞ്ഞതിന് ശേഷം സ്ലോയിൽ കുറച്ച് നേരം ആ എണ്ണയൊക്കെ ഒന്ന് നല്ലൊന്ന് തെളിഞ്ഞ് കിട്ടുന്നവരെ ഇടണം. അപ്പോൾ ഇതിപ്പോൾ ഉള്ളി നല്ലൊന്ന് ബ്രൗൺ കളറായി വരണം കേട്ടോ. മൊരിയണം, മുറിഞ്ഞ് കിട്ടൂലേ, അതേപോലെ എണ്ണയിൽ കിടന്നിട്ട് നല്ല അപ്പോഴാണ് ആ ചെറുള്ളീൻ്റെ ഒരു നല്ല മണം കിട്ടുള്ളൂ. അപ്പോൾ ചെറുള്ളിയും കറിവേപ്പില ഇപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് 1 ടീസ്പൂണ് മുളകും പൊടി ചേർത്തിട്ട് കാച്ചി വീഴ്ത്തി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ബാക്കി മീൻ പൊരിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ മഞ്ഞളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 പച്ചമുളകും പിന്നെ കറിവേപ്പിലയും പിന്നെ എന്താ പറയുക അതിന് പെരുംജീരകം ഇതും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇടണ്ട കേട്ടോ. മീനിൻ്റെയിൽ ഇഞ്ചി ഇടാറേ ഇല്ല. അപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഇടാറുള്ളൂ. അല്ലെങ്കിലും ഞാൻ കുറച്ച് ഇഞ്ചി വിരോധിയാണ്, അതുകൊണ്ട് എല്ലാത്തിലും ഇഞ്ചി കുറവ് തന്നെ ഇടുള്ളൂ. എല്ലാത്തിലും എപ്പോഴും ഇറച്ചിയിലും ഞാൻ എല്ലാത്തിലും പൊരിക്കുന്ന ഐറ്റംസിലൊക്കെ ഇഞ്ചി കുറവാണ് ഇടാറ് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മസാല തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് മസാല തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കുന്ന നേരത്തെ ഇങ്ങനെ ചൂടോടെ പൊരിച്ചെടുക്കാൻ ആയിട്ട് എല്ലാ മസാല അപ്പം ഇങ്ങനെ പിടിച്ച് കിട്ടുമല്ലോ, അപ്പോൾ മസാല തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച കറി തേങ്ങാപ്പാലിലും ഉണ്ടാക്കും കേട്ടോ. തേങ്ങാപ്പാലിൽ ഇപ്പോൾ ഞങ്ങൾ തേങ്ങയിലാണ്, അങ്ങനെ വെറും തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് നല്ലോണം. അപ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ ഒരു ഉപ്പേരിയാണ്. ബീട്രൂട്ട് ഞാൻ ആദ്യം വെറും കടുകും കറിവേപ്പിലയും ഇട്ട് ചെറുതാക്കി മുറിച്ച് ബീട്രൂട്ട് ചേർത്ത് വേവിച്ചെടുത്തതായിരുന്നു ഉപ്പിട്ടിട്ട്. അതിന് ശേഷം തേങ്ങയും ചെറുള്ളിയും പച്ചമുളകൊന്ന് ചതച്ചെടുത്ത് വെന്തതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് കേട്ടോ. എന്നിട്ടൊന്ന് 2 മിനിറ്റ് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മീനിപ്പോൾ ചോറ് വയ്ക്കാൻ നേരത്തെ ഇങ്ങനെ എടുത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.